ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി. ഓക്കെ, റെഡി ആണോ? റെഡി. ഓക്കെ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ മരിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫൗണ്ടർ ആരായിരുന്നു? മരിയ മോണ്ടിസോറി ആണ്. ഓക്കെ, അവര് ഓക്കെ ഫിസിഷ്യൻ ആണ്. ഓൾസോ ആരായിരുന്നു? ഒരു എഡ്യൂക്കേറ്റർ കൂടിയായിരുന്നു. ഫിസിഷ്യൻ ആയിരുന്നു. അതിനുശേഷം എന്താണ്, ഒരു എഡ്യൂക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് മെയിൻലി എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മരിയ മോണ്ടിസോറി പറയുന്നത്? ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സ്വയം, വോയിസ് ക്ലിയർ അല്ലാന്നോ? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മേ ബി അവിടുത്തെ ഇഷ്യൂ ആയിരിക്കാം. ആർക്കാ കേൾക്കാത്തത്? ആർക്കായിരുന്നു? ഓക്കെ, അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം കേട്ടോടാ. ഓക്കെ, മരിയ മോണ്ടിസോറി പറയുന്നു കുട്ടികൾക്ക് എങ്ങനെ സ്വയം പഠിക്കാനായിട്ട് കഴിയും, അവർക്ക് എങ്ങനെ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ പറഞ്ഞു മോണ്ടിസോറി മെത്തേഡ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? അതിന്റെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്? മോണ്ടിസോറി പേജ് നമ്പർ ഫസ്റ്റ് പേജ് ആണ്. മരിയ മോണ്ടിസോറി യൂണിറ്റ് 1 ഫസ്റ്റ് പേജ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഞങ്ങളെ കുറച്ച് പേര്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ്, മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ റിയാന, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് ക്ലാസ് റൂമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു. കുട്ടികളെ ടീച്ചറിന്റെ റോൾ എന്തായിരുന്നു? ഓക്കെ, പാർട്ട് 3 യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ചോദിക്കട്ടെ, എല്ലാവരുടെ കയ്യിൽ PDF ഇല്ലേ? ഫസ്റ്റ് യൂണിറ്റ് എടുത്തു വെച്ചിട്ടില്ലേ? മരിയ മോണ്ടിസോറി ഇപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ല മനീഷ. ഓക്കെ, മനീഷയ്ക്ക് എന്താ പ്രോബ്ലം? PDF ഇല്ല. PDF ഫോണിൽ ഉണ്ടായില്ലേ? ക്ലാസ് റൂമിൽ PDF അവൈലബിൾ ആണ്. ജസ്റ്റ് എന്താണ്, ഒന്നില്ലെങ്കിൽ പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ അത് എന്താണ് നോക്കാം. മാഡം, എനിക്ക് പ്രിന്റ് എടുക്കാനായിട്ട് അതിൽ കോഡ് ചോദിക്കുന്നുണ്ട്, അത് അറിയില്ല. മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് PDF ഇല്ല. പറഞ്ഞു കൊടുക്കൂ ജസ്റ്റ് ഒന്ന്, എങ്ങനെയാ എടുത്തത്? PDF പ്രിന്റ് എടുത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? പ്രിന്റ് എടുത്തിട്ടുണ്ട്, വന്നിന്ന്. എങ്ങനെയാ എടുത്തതെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അവിടെ ഫീസ് മേഡം ഞാനൊന്ന് പറയാവേ. ഞാൻ പ്ലേ സ്കൂളിൽ വർക്ക് ചെയ്യുവാ. ഫുഡ് കഴിച്ചോളൂ, ഞാനിപ്പോ പറയാം. ഓക്കെ പറയാം. അപ്പോ PDF ഇല്ലാത്തവര് നമുക്ക് സ്ക്രീനിൽ എന്താണ് ആ പേജ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ജസ്റ്റ് കേട്ടിരിക്കൂ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന്.
ഹലോ ഹലോ. മിസ് എനിക്ക് ഇന്നലെ മെന്നാന്ന് 3 ബുക്ക് കിട്ടി മോണ്ടിസോറി ക്ലിയർ ആകുന്നില്ല, എന്താണ് ഇച്ചിരിയും കൂടി സൗണ്ടിൽ സംസാരിക്കാവോ? മോണ്ടിസോറി ഒക്കെ ഇല്ല മാം 3 പാട്ട് ബുക്ക് എനിക്ക് കിട്ടീന് മെന്നാന്ന് ഹോസ്റ്റലിൽ വന്നേ. കിട്ടി, ബുക്ക് കിട്ടാ. ഓക്കെ ഓക്കെ. ആ അതിൽ ഏത് പേജ് ഏത് ബുക്കാ? മോഡൽ 3 പുസ്തകത്തിന് എത്രയാണ് ക്യാഷ് വരുന്നത്? ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ട് 3. ഇതാണോ? ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ട് 3 യൂണിറ്റ് 1 കണ്ടോ? മരിയ മോണ്ടിസോറി ഹെഡിങ് ഉണ്ടാവില്ലേ ഇതില്? പാർട്ട് 3 യൂണിറ്റ് 1. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബുക്കില് ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മരിയ മോണ്ടിസോറി ആണ് ഇതിന്റെ ഫൗണ്ടർ. മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മരിയ മോണ്ടിസോറി ആണെന്ന് പറഞ്ഞു. ഇനി മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒരു പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ആക്ടിവിറ്റീസുകളിലൂടെയാണ്, ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസുകളിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് കുട്ടികളെ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കാം, അവർക്ക് എങ്ങനെ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുട്ടികളെ എങ്ങനെ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ പ്രാപ്തനാക്കാം. ഓക്കെ, ഇതിന്റെ എല്ലാം തോട്ട് പ്രോസസിന്റെ റിസൾട്ട്. അതിന്റെ ഫലമായിട്ടാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ മെത്തേഡ്. വേറെ മ്യൂട്ട് ചെയ്യാവോ? ആരൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, അതിന്റെ റിസൾട്ട് ആണ് മോണ്ടിസോറി ടീച്ചിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 83. ഓക്കെ, ബുക്സ് ഉള്ളവര് പേജ് നമ്പർ 83 മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പിന്നെ എന്തൊക്കെയാണ് ആ ക്ലാസ് റൂമിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയായിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയായിരുന്നു? അവിടെ ആരെങ്കിലും കുട്ടികളെ എല്ലാ ആക്ടിവിറ്റീസും ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ഞാനിപ്പോ ജോയിൻ ആയിട്ടുള്ളൂ, ഒന്നും കൂടി പറയൂ. പറയാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി ആ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി മെത്തേഡിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫൗണ്ടർ ആണ് മരിയ മോണ്ടിസോറി. ഓക്കെ, അദ്ദേഹമാണ്, മരിയ മോണ്ടിസോറി ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി കുട്ടികൾ എന്തിനു വേണ്ടിയാണ് കണ്ടെത്തിയത്? കുട്ടികളെ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയാണ് മരിയ മോണ്ടിസോറി ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ക്ലാസ് റൂമിന്റെ, അതായത് മോണ്ടിസോറി ക്ലാസ് റൂമിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു ട്രഡീഷണൽ വേ ഓഫ് രീതിയല്ല, ആ ഒരു ടീച്ചിങ് മെത്തേഡ് അല്ല മോണ്ടിസോറിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെ? എന്തൊക്കെയാണ് ആ ക്ലാസ് റൂമിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയായിരുന്നു? ഒരു ടീച്ചറിന്റെ റോൾ എന്താണ് ക്ലാസ് റൂമിൽ? എന്തായിരുന്നു ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത്? ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ ആണ്. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നൽകുന്ന, എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ടീച്ചർ അവിടെ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ അത്? അതേപോലെ തന്നെ ആക്ടിവിറ്റീസുകളിലൂടെയാണ്, ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസുകളിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, ഇനി ഏത് ആക്ടിവിറ്റീസ് എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം ആർക്കുണ്ട്? ആർക്കാ ഉള്ളത്? ഒത്തിരി ഓക്കെ, ഇത്തരം ടൂൾസുകൾ പറയുന്ന പേരാണ് അപ്പാരറ്റസ്. ഓക്കെ, ഇത്തരം ഒത്തിരി അപ്പാരറ്റസുകൾ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ആർക്കാ കേൾക്കാൻ പറ്റാത്തത്? ദിവ്യ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മ്യൂട്ട് ചെയ്തോളൂ. സോ എന്താണ്
അപ്പൊ ഓരോ ആക്ടിവിറ്റീസ് ധാരാളം അപ്പാരറ്റസ് ഉണ്ടെന്ന് പറഞ്ഞു. പിങ്ക് ടവർ അല്ലെങ്കിൽ എന്താണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം അപ്പാരറ്റസുകൾ. ഇപ്പോഴും കേൾക്കുന്നില്ല ദിവ്യക്ക്? ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ ദിവ്യ. ലെഫ്റ്റ് ചെയ്തിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ. സോ ധാരാളം അപ്പാരറ്റസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, അതേപോലെ തന്നെ സാൻഡ് പേപ്പർ നമ്പേഴ്സ്, പിങ്ക് ടവർ പോലെ ധാരാളം അപ്പാരറ്റസുകൾ മോണ്ടിസോറി ക്ലാസ് റൂമിലുണ്ട്. ഇതെല്ലാം സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ആവശ്യത്തിന് ഫ്രീഡം നൽകുന്നുണ്ട്. ഓക്കെ, ഏതൊരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ചോയ്സിനുള്ള ഫ്രീഡം ഉണ്ട്. അതേപോലെ തന്നെ അത് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ കുട്ടി തന്നെയാണ്. ഓക്കെ, ടീച്ചർ അവിടെ ഒരു റെസ്ട്രിക്ഷൻസും നൽകുന്നില്ല. കുട്ടികൾ അവരുടെ സമയത്തിനനുസരിച്ച് ധാരാളം എഫേർട്ട് ഇട്ടുകൊണ്ട് എന്താണ് ഓരോ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ ആണോ? സോ ദെൻ മരിയ മോണ്ടിസോറി നമ്മൾ പറഞ്ഞു ഒരു ഫിസിഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു മെഡിക്കൽ പ്രാക്ടീസ് ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ടൈമിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് ഫീബിൾ മൈൻഡഡ് ചിൽഡ്രൻ എന്താണ് ഇനാക്റ്റീവ് അല്ലാത്ത ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവരെ ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ട് മരിയ മോണ്ടിസോറി ചില ഫൈൻഡിങ്സുകൾ നടത്തുകയുണ്ടായി. എന്താണ് അവരുടെ കണ്ടെത്തലുകൾ? എന്തുകൊണ്ടാണ് ഫീബിൾ മൈൻഡഡ് ആയത് അത്തരം കുട്ടികൾ? സെൻസസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. എന്താണ് സെൻസ് എന്താണ്? എന്താ സെൻസ് എന്താ? നമുക്ക് എത്ര സെൻസ് ഉണ്ട്? ഏതൊക്കെയാ? ഐസ്, ഇയേഴ്സ്, ടങ്, സ്കിൻ, ഇയർ. 5 സെൻസ് ഉണ്ട്. അപ്പൊ ഈ സെൻസുകൾ എന്താണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് എന്താണ് അവർ ഫീബിൾ മൈൻഡഡ് ആയി പോയത്, മൈൻഡ് ഇനാക്റ്റീവ് ആയി പോയത്. അവർ പ്രോപ്പർ ആയിട്ട് ഇത്തരം സെൻസുകൾ യൂസ് ചെയ്യുന്നില്ല. സോ സെൻസോറിയന്റൽ ആക്ടിവിറ്റീസുകൾ നൽകുകയാണെങ്കിൽ സെൻസുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്തരം കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സെൻസോറിയന്റഡ് ആക്ടിവിറ്റീസുകൾ നൽകുകയാണെങ്കിൽ കുട്ടികളിൽ എന്താണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. സെൻസുകൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന സെൻസ് ഓറിയന്റഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകൾ നൽകുകയാണെങ്കിൽ കുട്ടികളുടെ മൈൻഡ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. അതെന്താണ് ഇത്തരം കുട്ടികളെ മാത്രമല്ല നോർമൽ കുട്ടികളിലും എന്താണ് ഇത് വർക്കിംഗ് ആണ്. അവരുടെ സെൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നൽകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. സോ ഓരോ സെൻസിനും ഏതൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? ഫസ്റ്റ് സെൻസ് ഏതാ നിങ്ങൾ പറഞ്ഞത്? അപ്പോ ഐ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ചെറിയ കുട്ടികളാണ്, അപ്പോ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. സ്മോളും ബിഗും. പിക്ചേഴ്സ് നൽകാം അല്ലേ? പിക്ചേഴ്സ് കളർ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു കളർ എന്താണ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ശ്രമിക്കും അല്ലേ? ദെൻ മറ്റൊരു സെൻസ് പറയൂ. അപ്പൊ എന്താണ് ഹിയറിംഗ് പ്രോപ്പർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നത്? പാട്ടിലൂടെ സോങ്സ്, സ്റ്റോറീസ്, റൈംസ്. മ്യൂട്ട് ചെയ്യൂ. ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയൂ കേട്ടോ. അപ്പൊ എന്താണ് സൗണ്ടുകൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എന്താണ് ആക്ടിവിറ്റീസുകൾ നൽകാം. പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആനിമൽസിന്റെ സൗണ്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. സോങ്സ് കേൾപ്പിക്കാം. ചെറിയ പാട്ടുകൾ പാടിക്കൊടുക്കാൻ, ചെറിയ കവിതകളും പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് പ്ലേ ചെയ്തുകൊണ്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സെൻസ് ഇംപ്രൂവ് ആകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എനിക്ക് ക്ലാസ് ഉണ്ട്. ഇതിപ്പോ അത് ഇവിടെ ഫോണില് എനിക്ക് ക്ലാസ് ഉണ്ട്. സൗണ്ട് മ്യൂട്ട് ചെയ്ത്. നെക്സ്റ്റ് ഇത് ഏതാണ്? സെൻസ് ഏതാ? അപ്പോ നമ്മൾ ഐ പറഞ്ഞു, ഇയർ പറഞ്ഞു, ദെൻ നോസ്. പറയൂ. സ്മെല്ല് ചെയ്ത് കൊടുക്കാം. ആക്ടിവിറ്റീസുകൾ നൽകണം. പൂക്കളുടെ സ്മെല്ല് ചെയ്ത് കൊടുക്കാം. പൂക്കളുടെ ഒക്കെ സ്മെല്ല് ചെയ്തിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കാം. ഓക്കെ, ഏത് ഫ്ലവർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. ഫുഡ് ഐറ്റംസ് സ്മെല്ല് ചെയ്യിപ്പിക്കാം. ഓക്കെ, കണ്ണെന്താണെന്ന് കെട്ടിയിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ആക്കിയിട്ട് ഏത് ഐറ്റം ആണെന്ന്, ഓക്കെ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ ഗീതു, ഏത് ഐറ്റം ആണെന്ന് പറയാം അല്ലെ, ഏത് ഫുഡ് ഐറ്റം ആണെന്ന് സ്മെല്ല് ചെയ്തുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറയാം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? ടേസ്റ്റ് ചെയ്തോ പറയാൻ പറ്റുമോ? ടേസ്റ്റിന്റെ എല്ലാം ഇപ്പൊ നമ്മള് നോസ് സ്മെല്ലുമായിട്ടാ പറയും. സ്മെല്ല് ആ ഒരു സെൻസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻലി എന്താണ്? ഫുഡ് ഐറ്റംസ്, അതേപോലെ ഫ്ലവേഴ്സ്, ഇതെല്ലാം എന്താണ്? സ്മെല്ല് ചെയ്തുകൊണ്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികളോട് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? 4th വൺ. ടേസ്റ്റ് ചെയ്യാൻ. ദിവ്യ? ടങ്. ഓക്കെ, അപ്പൊ ഏതാണ്? ടേസ്റ്റ് ചെയ്യാൻ. ബന്ധപ്പെട്ട് ടേസ്റ്റ്. ഏതൊക്കെ കൊടുക്കും? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഓരോ ചെറിയ പീസ് ഏതാണ് അതിന്റെ ടേസ്റ്റ്? സോൾട്ട്, ഷുഗർ, സോർ, ബിറ്റർ, ഡിഫറെന്റ് ടേസ്റ്റസ് ഐഡന്റിഫൈ ചെയ്യാൻ. ഡിഫറെന്റ് ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം അല്ലെ. അത്തരത്തിലുള്ള സബ്സ്റ്റാൻസസ് കൊടുത്തുകൊണ്ട് ഡിഫറെന്റ് ടേസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതിന്റെ പേര് പറയാനായിട്ടും പറയാം. ഓക്കെ, അതേ സെയിം ടേസ്റ്റ് വരുന്ന മറ്റൊരു ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട്സിന്റെയോ പേര് പറയാനായിട്ടും പറയാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സെൻസ് ഏതായിരുന്നു? ടച്ച് ആയിരുന്നു അല്ലെ. ടച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാ? ടച്ച് ചെയ്ത് തിരിച്ചറിയാനാണ് സഹായിക്കും. പിങ്ക് ടവർ യൂസ് ചെയ്യാം. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ്? അപ്പാരറ്റസ് ആണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ലെറ്റേഴ്സ്, അതേപോലെ നമ്പേഴ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്താണ്? സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് ലെറ്ററിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താൽ അവരതിലൂടെ ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അവർക്ക് ഏത് ലെറ്റർ ആണ് അല്ലെങ്കിൽ ഏത് നമ്പർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഷേപ്സുകൾ, പിങ്ക് ഡവർ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്താണ് ഇതിന്റെ ഷേപ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് തിരിച്ചറിയാനായിട്ട് കുട്ടികൾക്ക് കഴിയുന്നതാണ്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഇനി വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ടത്? ഷേപ്സിന്റെ ബ്ലോക്സ് കൊടുത്തിട്ട് അവർക്ക് ടച്ച് എന്തൊരു സാധനമാണെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് ടച്ച് ചെയ്യിപ്പിച്ച് അത് എന്താന്ന് പറയാൻ ഏതൊരു ഐറ്റംസും കയ്യിൽ കൊടുത്തിട്ട് എന്താണെന്ന് അല്ലെ. ഇപ്പൊ ഒരു ബോൾ കൊടുക്കാം, അത് ടച്ച് ചെയ്തിട്ട് അത് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ഉണ്ട് ആക്ടിവിറ്റീസ്? ബിഗ് ആൻഡ് സ്മോള്. ഒരു ആക്ടിവിറ്റി പറയൂ, എങ്ങനെ കൊടുക്കാം? ബിഗ് ആൻഡ് സ്മോൾ ഒരു പെൻസിൽ ആയാലും ഒരു പല വലിപ്പത്തിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് പറയാലേ. ഒരു പന്തായാലും. ഹലോ മാം. ആദ്യത്തെ പ്രാവശ്യം എന്തോ? ഹലോ, ദിവ്യ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എനിക്ക് മാം പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. എന്താ ഇതിന്റെ കാരണം? റീജോയിൻ ചെയ്തായിരുന്നു ദിവ്യ? ഹലോ ലെഫ്റ്റ് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി റീജോയിൻ ചെയ്ത് നോക്കൂ. മാമിന്റെ ലിപ് മൂവ്മെന്റ് വെച്ചാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. റീജോയിൻ ചെയ്യാൻ വേണ്ടി പറയാണോ? അതെ. ഓക്കെ, ലീവ് ചെയ്തിട്ട് ആദ്യമേ റീജോയിൻ ചെയ്യാൻ. അതെ. ഓക്കെ. ഓക്കെ, നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു? ബിഗ് ആൻഡ് സ്മോൾ കണ്ടെത്താനായിട്ട് അല്ലെ. ഫസ്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ?
അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയില്ലായിരിക്കാം ചിലപ്പോൾ അല്ലെ, ഫസ്റ്റ് ബിഗ് ഏതാണ് സ്മോൾ ഏതാണെന്ന് ചിലപ്പോൾ മേ ബി അറിയില്ലായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡെയിലി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിഗ് ഏതാണ് സ്മോൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അത്തരത്തിലുള്ള പെൻസിൽ കൊടുത്തുകൊണ്ട് ബിഗ് ഏതാണ് സ്മോൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം. പിന്നെ ഏത് ആക്ടിവിറ്റീസ് കൊടുക്കാം? Then Divya, short and long. Okay, short and long. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് ലെറ്റേഴ്സ് അറേഞ്ച്മെന്റ് ആക്ടിവിറ്റി. ഓക്കെ, ലെറ്റർ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്? ഐഡന്റിഫൈ ദ തിങ്സ്. ഓക്കെ, തിങ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. കളറിംഗ്, ഡ്രോയിങ് പോലുള്ള ആക്ടിവിറ്റീസുകളും നൽകാം. ഓക്കെ, കളറിംഗ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് കളറിംഗ്, ക്രയോൺസ് ഒക്കെ നൽകാവുന്നതാണ്. അപ്പൊ ഈ ക്രയോൺസ് കൊടുക്കുന്നത് കൊണ്ട് ചില ബെനിഫിറ്റുകൾ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ടാകാം? ഒരു പിക്ചർ കളർ പഠിക്കും, ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യല്ലേ, കളർ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെന്തായിരിക്കാം? ഓരോ പിക്ചറിന് ഏത് കളറാണ് വേണ്ടത് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഫാത്തിമ, കൈയുടെ മസിൽസ് ഒക്കെ ഇമ്പ്രൂവ് ആകും, നമ്മൾ അമർത്തി വരയ്ക്കുന്നതുകൊണ്ട് കൈയൊക്കെ നല്ല ഇമ്പ്രൂവ് ആകും. ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കുന്നതായിരിക്കും അല്ലെ. പിന്നെ റഫ് ആയിട്ട് ഇങ്ങനെ കളർ ഫസ്റ്റ് ടൈമിൽ അവരെന്താണ് പ്രോപ്പർ ആയിട്ട് ആയിരിക്കില്ല ഒരു പിക്ചർ കളർ ചെയ്യുന്നത്. ശ്രദ്ധ ഓക്കെ, കോൺസെൻട്രേഷൻ എന്താണ് കൂടാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ. ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ പഠിക്കും. ഡിസ്ട്രാക്ഷൻസ് ഒന്നും അവരെ ബാധിക്കില്ല. ഓക്കെ, അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും അവരെ ബാധിക്കില്ല. കൂടുതൽ ടൈം ഒരു ആക്ടിവിറ്റിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നതാണ്. അവരുടെ കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ആകുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഡ്രോയിങ്ങിന്റെ കാര്യം പറഞ്ഞത്, ക്രയോൺസ് കൊടുക്കുമ്പോൾ എന്താണ്, ഈ മസിൽസ് പ്രോപ്പർ ആയിട്ട് പെൻസിൽ ഹാൻഡ് ചെയ്യാനായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ദിവ്യ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ആക്ടിവിറ്റീസുകളിലൂടെ കുട്ടികളുടെ എന്താണ് സെൻസസ് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ എന്തായിരുന്നു, ഇനാക്റ്റീവ് മൈൻഡ് ഉള്ള ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ അവരുടെ കോൺസെൻട്രേഷൻ ആണെങ്കിലും അവരുടെ മൈൻഡ് പവർ ആണെങ്കിലും ഓർമ്മശക്തി ആണെങ്കിലും എന്താണ് കൂട്ടാനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. ഇനി മറ്റൊരു കാര്യം മോണ്ടിസോറി പറയുന്നത്, നമ്മുടെ സൊസൈറ്റിക്ക് ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ആ സൊസൈറ്റിക്ക് ചില ടെൻഡൻസി ഉണ്ട്. എന്താണ് പ്രത്യേകതകൾ? അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആരെയായിരിക്കും? അഡൽറ്റിനെയാണ്. സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത പറയുന്നത്, മോണ്ടിസോറി പറയുന്നത്, അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അഡൽറ്റിനെയാണ്. ഓക്കെ, മുതിർന്നവരെയാണ് സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറിയുടെ ബിലീവ്സ് എന്താണ്? അവര് പറയുന്നു ഒരു നല്ലൊരു എന്താണ് ചൈൽഡിനെ ആണ് ഫസ്റ്റ് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ എന്ത് ചെയ്ത് നല്ല ഇംപ്രൂവ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ വലുതാകുമ്പോഴത്തേക്ക് അവര് നല്ല രീതിക്ക് വരുള്ളൂ. ഓക്കെ, ഒരു നല്ലൊരു ചൈൽഡ് ആണ് അല്ലെ ആഫ്റ്റർ എ വൈൽ ഒരു നല്ലൊരു അഡൾട്ട് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? ഒരു കുട്ടിയെയാണ്. അവന് വളരാൻ ആവശ്യമായ എന്താണ് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഒരു സൊസൈറ്റി ആദ്യം ചെയ്യേണ്ടത്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള മോറൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിയാണ് പിന്നീട് എങ്ങനെയായിട്ട് മാറുന്നത്? നല്ല രീതിയിലുള്ള ഒരു സിറ്റിസൺ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? കുട്ടികളെയാണ്. ഇനി ചില ഒബ്സർവേഷൻസ് സെക്കൻഡ് പേജിലാണ് കേട്ടോ. ഒബ്സർവേഷൻസ് മോണ്ടിസോറി നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മോണ്ടിസോറിയുടെ കണ്ടെത്തലില് ആദ്യത്തെ പറയുന്നത്, കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാ?
എങ്ങനെയാ ചുറ്റുപാടുകളിൽ നിന്ന് ഒന്ന് നമ്മള് പറഞ്ഞു കൊടുത്ത് നല്ലത്, അത് അവൻ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ കണ്ടു പഠിക്കുന്നതും. ആയിരിക്കുമ്പോൾ തന്നെ അവൻ ചുറ്റുപാടിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെ? ചുറ്റുപാടിൽ നിന്നാണ്, അവന്റെ സറൗണ്ടിങ്സിൽ നിന്നാണ്, ഒബ്സർവേഷനിലൂടെയാണ് ഒരു കുട്ടി ഓരോ നോളജും ഗെയിൻ ചെയ്യുന്നത് അല്ലെ? അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് അറിയില്ല ഏതാണ് ചീത്ത ഏതാണ് നല്ലതെന്ന് അവർക്ക് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? നോളജ് ഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എൻവയോൺമെന്റിനെ കുട്ടി എന്താണ്? സെൽഫ് കൺസ്ട്രക്ഷൻ ഉള്ള, സ്വയം വികസിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ്, ഒരു മീഡിയം ആയിട്ടാണ് കുട്ടി എൻവയോൺമെന്റിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഒരു അഡൾട്ട് എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്? അതായത് ചുറ്റുപാടിലാണ് കുട്ടി കാര്യങ്ങള് പഠിക്കുന്നത്, അറിവ് നേടുന്നത് അവന്റെ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ടാണ് അല്ലെ? പക്ഷെ ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എൻവയോൺമെന്റിനെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? അവർക്ക് കുറച്ചും കൂടി നല്ലതും ചീത്തയും പെട്ടെന്ന് അറിയാൻ പറ്റും, പക്ഷെ കുഞ്ഞു മക്കൾക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടി എൻവയോൺമെന്റിൽ നിന്നും, എൻവയോൺമെന്റിന്റെ ഹെൽപ്പോട് കൂടി എന്താണ്, സറൗണ്ടിങ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നോളജ് നേടുമ്പോൾ അഡൾട്ട് എന്താ ചെയ്യുന്നത്? മുതിർന്ന ഒരാള് അവന്റെ സ്കിൽ ഉപയോഗിച്ച് ആ എൻവയോൺമെന്റിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് അവൻ ഓൾറെഡി ഡെവലപ്ഡ് ആയി അല്ലെ? അപ്പൊ അവന്റെ കഴിവ്, അവന്റെ നോളജ് ഉപയോഗിച്ച് അവന്റെ പരിസ്ഥിതി എന്താണ് മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് അവന് നോളജ് നേടിക്കഴിഞ്ഞതിന് ശേഷം അവന്റെ ചുറ്റുപാടിൽ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഒരു അഡൾട്ട് ശ്രമിക്കുന്നത്. പുതിയ എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയ വീട് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയാ കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഇത്തരം വർക്കുകൾ ചെയ്യുന്നത്? കുട്ടിക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷനും പിന്നെ ബ്രെയിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് കുറച്ചുകൂടെ ഡെവലപ്പ് ആവാൻ. വെരി ഗുഡ്. അത് പഠിക്കുന്നതിന് വേണ്ടിയാണ്, നോളജ് നേടുന്നതിന് വേണ്ടിയാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത് അല്ലെ? അവൻ അറിയാതെ തന്നെ ആക്ടിവിറ്റീസ് എന്താണ്, എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന കുട്ടികളായിരിക്കാം, പക്ഷെ അവൻ അറിയാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് പല ഡെവലപ്മെന്റുകളും കുട്ടികളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെ ഡെവലപ്മെന്റ് ആയിരിക്കാം? ഓക്കെ, നമ്മൾ പിങ്ക് ടവർ ആ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന കുട്ടി അവൻ എന്താണ് അത് ആദ്യം സെറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റു പല ഡെവലപ്മെന്റുകളും അവനിൽ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ഓക്കെ, ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെന്തായിരിക്കാം? നോർമലി കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡിന് ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടാവും. നമ്മൾ പറയുന്ന സമയത്തെക്കാളും പെട്ടെന്ന് പറയാനുള്ള ഒരു മത്സര ബുദ്ധി കാണും. പുതിയ കാര്യം ഷേപ്സുകൾ പഠിക്കില്ല. പിങ്ക് ടവർ ആക്ടിവിറ്റി കൊടുക്കുന്നതിലൂടെ കുട്ടി എന്താണ് ഷേപ്സുകൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഏതാണ് ബിഗ് ഏതാണ് സ്മോൾ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ? പിന്നെ എന്തൊക്കെ ആയിരിക്കാം? അതിന്റെ കളർ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ മനഃപൂർവ്വം പഠിക്കുന്ന കാര്യമാണോ? അവന്റെ പർപ്പസ് എന്താണ്? അത് സെറ്റ് ചെയ്യുക, അത് ഫിനിഷ് ചെയ്യുക, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് അവന്റെ ടാസ്ക് അല്ലെങ്കിൽ അവന്റെ. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റു പല കഴിവുകളും അവൻ നേടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കഴിവുകള്? കറക്റ്റ് ആയിട്ട് വെക്കാൻ നോക്കുന്നുണ്ട്. ചിലപ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയായിരിക്കാം, മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, പക്ഷെ സ്ലോലി ഗ്രാജുവലി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കഴിവുകളും അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ് പിങ്ക് ടവർ എന്താണെന്നാണോ ചോദിച്ചത്? മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. എന്തായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു പേര് എന്തായിരുന്നു? ബിൽഡിംഗ് ബ്ലോക്സ്. കണ്ടിട്ടില്ലേ? ബിൽഡിംഗ് കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കുന്ന പല കളർ സാധനം ഉണ്ടല്ലോ, അതേപോലത്തെ സംഭവം അല്ലേ? അതെ. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ കുട്ടികൾ എന്തിനു വേണ്ടിയാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്? മേ ബി ചിലപ്പോൾ ഒരു ഹാപ്പിനെസിന് വേണ്ടിയായിരിക്കാം, സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കാം അല്ലെ? പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. പക്ഷെ ഒരു മുതിർന്നവരെ സംബന്ധിച്ച് അവർക്കൊരു വർക്ക് കൊടുത്താല് അവരെന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ
ഓക്കെ, അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? അതിന്റെ റിസൾട്ട് എന്ത് റിസൾട്ട് ആണ് പറഞ്ഞ സമയത്തിനുള്ളിൽ. അല്ലെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയോ എന്നുള്ളത് നോക്കാൻ. ഓക്കെ. അപ്പൊ കുട്ടികൾ എന്തിനാ, അവർക്ക് നോളജ് നേടുന്നതിന് വേണ്ടിയാണ് ഓരോ ആക്ടിവിറ്റീസും ഓരോ വർക്കുകളും ചെയ്യുന്നത്. അതേസമയം മുതിർന്നവരാണെങ്കിലോ അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെ, അതിന്റെ എൻഡ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. ഇനി കുട്ടികളെ സംബന്ധിച്ച് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് എങ്ങനെയായിരിക്കാം? അവര് സന്തോഷത്തോടെ അല്ലെ ഓരോ കാര്യങ്ങളും വളരെ താല്പര്യത്തോടെ ആയിരിക്കും ചെയ്യുന്നത്, അങ്ങനെയല്ലേ? ഇപ്പൊ പിങ്ക് ഡവറിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ അവർക്കറിയാം അതെ അതെ. എങ്ങനെയാണ് നെക്സ്റ്റ് ഏതാണ്, വാട്ട്സ് നെക്സ്റ്റ്, ആ ഒരു തോട്ടിലായിരിക്കും കുട്ടികൾ ആ ഒരു ടാസ്ക് എന്താണ് ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലേ? പക്ഷെ മുതിർന്നവരാണെങ്കിലോ അവർ എൻജോയ് ചെയ്തുകൊണ്ടാണോ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അല്ല, സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും അത് പെട്ടെന്ന് തീർക്കാൻ നോക്കുള്ളൂ. ഫോക്കസ് ചെയ്യുന്നത്, അവർ എൻജോയ് ചെയ്യുന്നത് ആ റിസൾട്ടിനാണ് അവർ എൻജോയ് ചെയ്യുന്നത് അല്ലേ? ആ ഫൈനൽ റിസൾട്ട് എന്താണ് അതാണ് അവർ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രോസസ്സ് മുതിർന്നവര് എൻജോയ് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? ഇനി കുട്ടികളുടെ മറ്റൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത മോണ്ടിസോറി പറയുന്നത്, കുട്ടികളെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് അവര് റെഡി ആയിരിക്കും. ഓക്കെ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്താണ് മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് തയ്യാറായിരിക്കും. ആ സമയത്ത് മുതിർന്നവർ അവരെ ചെന്ന് അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം ഓരോ കാര്യങ്ങളും ചെയ്തു പഠിക്കണമെന്നാണ് മോണ്ടിസോറിയുടെ ബിലീവ്സ് അല്ലെ, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോ അതേസമയം കുട്ടികൾ ഒറ്റയ്ക്ക് തനിയെ ഓരോ കാര്യങ്ങൾ എന്താണ് ചെയ്തു പഠിക്കുമ്പോൾ ആ സമയത്ത് മുതിർന്നവർ ചെന്ന് അതിന് എന്താണ് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് അവരുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഹെൽപ്പ് ചെയ്താൽ പിന്നീട് എപ്പോഴും അവർ നമ്മുടെ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ പിന്നീട് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ, റൈറ്റ്? അപ്പൊ എന്താണ് അവരെ അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് മോണ്ടിസോറി. ക്ലിയർ ആണോ? ഇനി സപ്പോസ് എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടിക്ക്, ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ഒരു റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ബ്ലോക്സ്, ബിൽഡിംഗ് ടവർ, അതിന്റെ പാർട്സ് കൊണ്ട് കൊടുക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നിങ്ങൾ അവിടെ ചെന്നാൽ എന്താ കാണാൻ പറ്റുന്നത്? എന്തൊക്കെ കാണാൻ പറ്റും? കുട്ടിക്ക് അറിയാവുന്ന രീതിയിൽ ഏതെങ്കിലും ഷേപ്പ് ഉണ്ടാക്കും. ചിലപ്പോൾ എന്താണ് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെ ചാൻസസ് ഉണ്ട്? ഓക്കെ, എന്താണ് ഓരോ കളർ ഓരോ ഭാഗത്തായിട്ട് കിടപ്പുണ്ടാകാം അല്ലേ? അപ്പൊ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് അറ്റംപ്റ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ ഇരിപ്പുണ്ടാകും അവിടെ സാധനങ്ങൾ അല്ലേ? ചിലപ്പോ എന്താണ് പല ഭാഗത്തായിട്ട് എറിഞ്ഞിട്ടിട്ടുണ്ടാകാം അല്ലെ? അപ്പൊ കുട്ടികൾ പല സ്വഭാവങ്ങളുള്ളവരാണ്. ക്ലിയർ ആണോ? പക്ഷെ അതേ ഒരു അത്തരത്തിലുള്ള ഒരു വർക്ക് ഒരു മുതിർന്ന ഒരാൾക്കാണ് കൊടുക്കുന്നതെങ്കിലോ കംപ്ലീറ്റ് ചെയ്യും ആ ടാസ്ക് അല്ലേ? ഒരു ടൈം ലിമിറ്റിനുണ്ടെങ്കിൽ അതിനുള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മോണ്ടിസോറിയുടെ കണ്ടെത്തലുകളായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? മറ്റൊരു കാര്യം മോണ്ടിസോറി പറയുന്നുണ്ട്, കുട്ടികൾക്ക് എന്താണ്, കുട്ടികൾ ജനിക്കുന്നത് പലതരം കഴിവുകളോടെയാണ്, സ്കില്ലുകളോട് കൂടിയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അത് ഇനീഷ്യൽ സ്റ്റേജിൽ ആ ബർത്ത് സമയത്ത് അത് വിസിബിൾ ആയിരിക്കും അത്തരം സ്കില്ലുകള്? അല്ല, വിസിബിൾ ആയിരിക്കില്ല. പക്ഷെ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന സമയത്താണ് അത് വിസിബിൾ ആയിട്ട് വരുന്നത്. നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് അവര് ഇംപ്രൂവ് ആയി വരുന്നത് അല്ലെ? അവരുടെ സറൗണ്ടിങ്സുമായിട്ട് എന്താണ് കൂടുതൽ ഇടപഴകും തോറുമാണ് കുട്ടികളിലെ ഓരോ സ്കില്ലുകൾ എന്താണ് എൻഹാൻസ് ചെയ്തു വരുന്നത് അല്ലെ? ഡെവലപ്ഡ് ആകുന്നത് എപ്പോഴാണ്? ചുറ്റുപാടുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴാണ് അവരുടെ കഴിവുകൾ പുറത്തോട്ട് വരാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്തായിരിക്കണം? കഴിവുകൾ വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നൽകുക. ചിന്തിക്കാൻ കഴിവ് കൂടും,
ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ കഴിവുകൾ കണ്ടെത്താനും അത് ഡെവലപ്പ് ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ നൽകുക എന്നതായിരിക്കണം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പക്ഷെ സാധാരണ ഒരു സ്കൂളിൽ അങ്ങനെയാണോ നടക്കുന്നത്? അല്ല പിടിച്ചിരുത്തി പഠിപ്പിക്കും. പിടിച്ചിരുത്തി പഠിപ്പിക്കും അല്ലേ? പക്ഷെ മോണ്ടിസോറിയിൽ എന്താണ്, അവർക്ക് ഏത് മേഖലയിലാണോ ഇഷ്ടം, എന്താണോ അവരുടെ കഴിവ്, അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകളാണ് നൽകുന്നത്. ചില കുട്ടികൾക്ക് മാത്സ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാകാം അല്ലെ, നമ്പേഴ്സ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാകാം. അത്തരം കുട്ടികൾക്ക് ആ ഇഷ്ടം ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സാൻഡ് പേപ്പർ, നമ്പേഴ്സ്, അതിലൂടെ ഹാർഡ് ആയിട്ടുള്ള സർഫസിലൂടെ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതെന്താണ് സംഭവം അറിയാൻ വേണ്ടി അവർ ടച്ച് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ടച്ച് ചെയ്ത് അത് ഏത് നമ്പർ ആണെന്ന് ഫൈനലി അവർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കുട്ടികൾ എന്താണ് നമ്പേഴ്സ് പഠിപ്പിച്ചെടുക്കാം. സെയിം അതേപോലെ തന്നെ ലെറ്റേഴ്സും കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? കുട്ടികൾക്ക് നമുക്ക് എന്താണ് ഫ്രീഡം കൊടുക്കുന്നുണ്ട് സ്റ്റഡീസിന്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ, ആക്ടിവിറ്റീസിലൂടെ പഠിക്കാൻ. അവരുടെ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാം. അഡൾട്ടിനെയും കിഡ്സിനെയും കമ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സെൻസ് ഓർഗൻസിന് ആവശ്യത്തിന് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ കുറെ ആക്ടിവിറ്റീസ്, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്തരം എന്താണ് ആക്ടിവിറ്റീസ് മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തത് കുട്ടികളിൽ തന്നെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. കുട്ടികളെ തന്നെ വിശദമായിട്ട് ഒബ്സർവ് ചെയ്ത് ആക്ടിവിറ്റീസുകൾ അവർക്ക് നൽകി അതിന്റെ ഫലമായിട്ടാണ് ഇത്തരം ആക്ടിവിറ്റീസുകൾ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞോളൂ. നമ്മൾ ഫസ്റ്റ് എന്താണ്, മോണ്ടിസോറിയുടെ ഫൗണ്ടർ ആയിരുന്നു മരിയ മോണ്ടിസോറി എന്ന് പഠിച്ചു. ഒരു എഡ്യൂക്കേറ്റർ ആണ്, ആസ് വെൽ ആസ് പിന്നെ ആരായിരുന്നു? ഓൾസോ ഡിസിഷൻ ആയിരുന്നു. എഡ്യൂക്കേറ്റർ ആണ്, ടീച്ചേഴ്സ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാന്നുള്ള മോണ്ടിസോറി സിസ്റ്റം കുട്ടീനെ മെത്തേഡാണ്. ഫൗണ്ടർ ആണ് മരിയ മോണ്ടിസോറി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആ സ്കൂള്, മോണ്ടിസോറി സ്കൂള് കണ്ടെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? കുട്ടികൾക്ക് ഈ എന്താണ് സെൻസ് ഓർഗൻ കുട്ടികളെ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നേരെ അവർ ഉപയോഗിക്കുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം പഠിക്കുന്നതിന്. ഇൻസെൻസിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ സെൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റീസിലൂടെ സെൻസ് ഓർഗൻസ് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യിപ്പിക്കുന്നത്. ട്രഡീഷണൽ വേയിൽ നിന്നും മാറി സെൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ടാണ് അവര്. അല്ല, എന്തിനു വേണ്ടിയാണ് ഈ സ്കൂൾ അവർ കണ്ടെത്തിയത്? എന്തിനു വേണ്ടിയാണ്? ട്രഡീഷണൽ വേയിൽ നിന്നും മാറി ട്രഡീഷണൽ വേയിൽ നിന്ന് കുട്ടികളുമായിട്ട് നമ്മുടെ സൊസൈറ്റി ഇപ്പോ കിഡ്സിനെക്കാളും അഡൽട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. സ്വയം പഠിക്കുന്നതിന് വേണ്ടി അല്ലെ, ഇൻഡിപെൻഡന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂൾ, ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ത്രൂ എങ്ങനെയാണ് ആക്ടിവിറ്റീസുകളിലൂടെ സ്വയം എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യുക. അതിനു വേണ്ടിയാണ് ഒരു സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറഞ്ഞു എന്താണ് മെഡിക്കൽ പ്രാക്ടീസിന്റെ ടൈമിൽ ഒരു ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള ചിൽഡ്രനെ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മോണ്ടിസോറിക്ക്. ആ ടൈമിലാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ആക്ടിവിറ്റീസുകൾ ഡെവലപ്പ് ചെയ്തത്. സെൻസസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തതിന്റെ ഫലമാണ് കുട്ടികൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അവരെന്താണ് എപ്പോഴും എന്ത് ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് ഈ സെൻസസ് യൂസ് ചെയ്യുന്നില്ല. അതിന്റെ ഫലമാണ്, അതിന്റെ റിസൾട്ട് ആയിരുന്നു ഫീബിൾഡ് മൈൻഡഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. സോ അതിന് പരിഹാരം എന്താ അവർ നിർദ്ദേശിച്ചത്? സെൻസ് ഓർഗൻസിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആക്ടിവിറ്റീസ് കൊടുക്കുക. സെൻസസിന് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നൽകുക. അതെന്താണ്? ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ എത്ര ടൈമും ആ ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് അവൻ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോഴ് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? ഫോക്കസ് ഇൻക്രീസ് ചെയ്യും. തിങ്കിങ് പവർ, തിങ്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ കുട്ടികൾക്ക് പേഷ്യൻസ് ഉണ്ടാവും.
ഒബ്സർവേഷൻ. വെരി ഗുഡ്. ഒബ്സർവേഷൻ. പിന്നെന്താണ്? ക്ഷമ അല്ലെ? പേഷ്യൻസ്. ഓക്കെ വെരി അത് ഗുഡ്. വീണ്ടും വീണ്ടും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. ഓക്കെ വെരി ഗുഡ്. വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ പിന്നെന്താ കുട്ടി പഠിക്കുന്നത്? സ്പീഡ് കൂടും. വെരി ഗുഡ്. സ്പീഡ് കൂടുന്നുണ്ട് അല്ലെ? ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അവന്റെ സ്പീഡ്, താല്പര്യം കൂടുന്നുണ്ട്. അതേപോലെ സ്പീഡിൽ ആ കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടി പഠിക്കുന്നതാണ്. ദെൻ ക്രിയേറ്റിവിറ്റി. മുതിർന്ന ഒരാളുടെ ഹെൽപ്പ് ക്രിയേറ്റിവിറ്റി. ഇല്ലാതെ ചെയ്യാൻ പറ്റും. മുതിർന്നവരുടെ ഹെൽപ്പ് ഇല്ലാതെ സ്വയം അത് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ കോൺസെൻട്രേഷൻ. അതിലൂടെ പുതിയൊരു അഡൾട്ട്, അതായത് എല്ലാം ഡെവലപ്പായി വരുമ്പോ കുട്ടികൾ ഭാവിയിൽ വരുമ്പോ കുറച്ചും കൂടി നല്ല സിറ്റിസൺസ് ആയിട്ട് വളർന്നു വരും. ഓക്കെ നല്ലൊരു ചൈൽഡിൽ നിന്നാണ് നല്ലൊരു അഡൾട്ട് ഉണ്ടാകുന്നത് അല്ലെ? അപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റിന്, കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നെ അഡൽട്ട് ആണെങ്കിൽ ഇപ്പൊ ഒരു അഡൽട്ട് തിങ്ക് ചെയ്യുന്നത് അവരുടെ എൻവയൺമെന്റിനെ അവരുടെ രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ചിൽഡ്രൻസ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? നമ്മളെ കണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു എൻവയൺമെന്റ് കൊടുത്താൽ മാത്രമേ ഒരു ഗുഡ് ചൈൽഡ് ആയിട്ട് വളർന്നു വരുള്ളൂ. എൻവയോൺമെന്റിൽ നിന്നും നോളജ് ആണ് കുട്ടികൾ ഗെയിൻ ചെയ്യുന്നത് അല്ലെ? അവന്റെ ചുറ്റുപാടിൽ നിന്നും നോളജ് അല്ലെ കുട്ടികൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കുട്ടികൾ വളരുന്നത്. പക്ഷെ മുതിർന്നവരാണെങ്കിലോ, അഡൽട്ട് ആണെങ്കിലോ, അവര് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് നോക്കുന്നത്. പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ. പിന്നെന്തായിരുന്നു? അതുപോലെ അറിയാതെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഒരു ആക്ടിവിറ്റി, ഒരു വർക്ക് കൊടുത്താൽ കുട്ടികൾ എന്താണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? എൻജോയ് ചെയ്ത് സമയത്തിനുള്ളിൽ തീർക്കണേ. അത് എഫേർട്ട് എടുക്കും. എൻജോയ് ചെയ്ത് തീർക്കാൻ നോക്കും. ഹാപ്പി ആയിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യും, എൻജോയ് ചെയ്യും. ഇടാനായിട്ട് റെഡി ആയിരിക്കും. അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ മുതിർന്നവരോ, അവരെന്താ ഫോക്കസ് ചെയ്യുന്നത്? അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവര് ഓരോ കാര്യം ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ട് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? ആ റിസൾട്ട് ആണ് അവർ എൻജോയ് ചെയ്യുന്നത്. ആ പ്രോസസ് അവർ എൻജോയ് ചെയ്യുന്നില്ല. പിന്നെന്തായിരുന്നു പഠിച്ചത്? കുട്ടികളുടെ ഒരു ആക്ടിവിറ്റി കൊടുത്താൽ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആകുന്നു. മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്യും. പക്ഷെ മുതിർന്നവർ എഫേർട്ട് എടുത്ത് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതാണ്. അത് എങ്ങനെയുള്ള ആക്ടിവിറ്റി ആണെങ്കിലും എഫേർട്ട് ഇടുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ, താല്പര്യമുള്ള കാര്യങ്ങൾ കൂടുതൽ എഫേർട്ട് കൂടുതൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾ റെഡി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ വീടുകളില് മ്യൂട്ട് ചെയ്യൂ ഫാത്തിമയാണോ? മ്യൂട്ട് ചെയ്യൂ ഫാത്തിമ. നമ്മുടെ വീടുകളിൽ തന്നെ എന്താണ് ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കാം. അവരിപ്പോ ഒരു ടോയ്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ബോയ്സ് ഒക്കെ ആണെങ്കിൽ, കുഞ്ഞു കുട്ടികളാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ, കാറൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ വരുമോ? വരാറുണ്ടോ? അവരെന്ത് ചെയ്യും? കൂടുതൽ ടൈമും ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ? അവർക്ക് അതാണ് ഇഷ്ടം. ഇൻട്രസ്റ്റ് അല്ലാത്ത ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നതെങ്കിലോ, ഇപ്പൊ ഹോംവർക്ക് കൊടുക്കുന്നു, സ്കൂളിൽ ഒരു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുത്താൽ നമ്മൾ എന്തെങ്കിലും വിളിച്ചില്ലെങ്കിലും അവൻ നമ്മുടെ അടുത്ത് വരും അല്ലേ? അങ്ങനെയല്ലേ കുട്ടികളുടെ സ്വഭാവം? അപ്പൊ ഇൻട്രസ്റ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് അവർ റെഡി ആയിരിക്കും. പിന്നെന്തായിരുന്നു? കുട്ടികൾക്ക് അതേപോലെ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാ പറയുന്നത് അല്ലെ? നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആക്ടിവിറ്റി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, മുതിർന്നവർ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവർ തനിയെ അത് പഠിക്കട്ടെ എന്നാണ് മോണ്ടിസോറിയുടെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? അവരുടെ ഡെവലപ്മെന്റിനെ അത് എന്താക്കുന്നുണ്ട്? തടയുന്നുണ്ട്. ഇനി കുട്ടികളെ പെർഫെക്ഷൻ, ഒരു ആക്ടിവിറ്റി കൊടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണോ? അതെ. അത് ആദ്യം അവര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യില്ല, പിന്നീട് അവര് ഡെയിലി ചെയ്യുന്ന സമയത്താണ് അത് കോൺസെപ്റ്റ് പിന്നീടാണ് ഡെവലപ്പ് ആകുന്നത്. ഫസ്റ്റ് അവരുടെ എയിം എന്താണ്? അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക അല്ലെ? ഫസ്റ്റ് അവരുടെ എയിം എന്ന് പറയുന്നത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ മുതിർന്നവരെ സംബന്ധിച്ചോ?
അത് പെർഫെക്റ്റ് ആദ്യമേ ആയിട്ട് തന്നെ ചെയ്യണം. അത് പെർഫെക്റ്റ് ആക്കാൻ നോക്കും. പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാനുള്ളത്. മുതിർന്നവരെ അപ്പൊ ഒരുപാട് സംബന്ധിച്ച് ടൈം എടുക്കും. മുതിർന്നവരെ സംബന്ധിച്ച് ആ ടാസ്ക് ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അതിനെന്താണ് പെർഫെക്ഷൻ ഉണ്ടായിരിക്കുകയും വേണം അല്ലെ. അത്തരമൊരു നിർബന്ധമുണ്ട് മുതിർന്നവർക്ക് അല്ലെ. പക്ഷെ കുട്ടികൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ആ എൻഡ് റിസൾട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ എന്താണ് ശരിയാകാതെ ഇരിക്കാം അല്ലെ, തെറ്റിപ്പോവാ. ചിലപ്പോൾ തെറ്റിപ്പോകാം. പക്ഷെ അവർ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികൾ അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, കുട്ടികൾ ജനിക്കുന്നത് പലതരം കഴിവോടുകൂടിയാണ് അല്ലെ. കുട്ടികൾക്ക് ഓരോ രീതിയിലുള്ള കഴിവ് എല്ലാ കുട്ടികളിലും ഉണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവാണോ? അല്ല. കഴിവുകളുണ്ട് അല്ലെ. പാട്ടുപാടാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടാകാം, ഡാൻസ് കളിക്കാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടാകാം, പിന്നെന്തൊക്കെയാണ്, ഇഷ്ടമുള്ള കുട്ടികളുണ്ടാകും, നന്നായിട്ട് പെയിന്റിങ് ചെയ്യുന്ന കുട്ടികളുണ്ടാകും. ദെൻ സ്പോർട്സിലെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാകും, സ്പോർട്സ് ചെയ്യുന്ന കുട്ടികൾ. ദെൻ ഡാൻസ് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. അഭിനയിക്കുന്ന കുട്ടികൾ, നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും, നല്ല രീതിയിൽ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടാകും. ദെൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും. കൂടുതലുള്ള കുട്ടികളുണ്ടാവും. മെമ്മറി പവർ കൂടുതലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. ദെൻ അപ്പോ പലതരത്തിലുള്ള കഴിവുകൾ എന്താണ് ഓരോ കുട്ടിയിലും ഉണ്ട്. അതെപ്പോഴാ വിസിബിൾ ആകുന്നത്? ജനന സമയത്ത് ഇത്തരം കഴിവുകൾ അത് നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ചുണ്ടാവും. ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും തോറും അല്ലെ, ഓരോ അറ്റ്മോസ്ഫിയറിലൂടെ എന്താണ് കടന്നു പോകുമ്പോഴും എന്താണ് അവന്റെ ചുറ്റുപാട് നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടിന്റെ ബേസിലാണ് ഓരോ കഴിവുകളും എൻഹാൻസ് ചെയ്യുന്നത് അല്ലെ, പുറത്തേക്ക് വരുന്നത് അല്ലെ. അപ്പോ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? കുട്ടികളുടെ വളർത്തിയെടുക്കാൻ പുറത്തു കൊണ്ടുവരിക, സാഹചര്യം ഉണ്ടാക്കി അവസരങ്ങൾ കൊടുക്കുക, കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഓരോന്നിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കും, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണ്ടേ. അതാണ് ഒരു എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇത്തരം ഫൈൻഡിങ്സ്, അപ്പൊ നമ്മൾ കുറെ ഫൈൻഡിങ്സ് പറഞ്ഞല്ലേ, കണ്ടെത്തലുകൾ പറഞ്ഞു മോണ്ടിസോറിയുടെ. ഇതെല്ലാം ഇവർ അപ്ലൈ ചെയ്തത് എവിടെയാണ്, എക്സിക്യൂട്ട് ചെയ്തത് ഖസാദി ബാംബിനി എന്ന് പറയുന്ന അവരുടെ സ്വന്തം സ്കൂളിലാണ്. 1907 ഖസാദി ബാംബിനി എന്ന് പറയുന്ന സ്കൂൾ അവർ ഡെവലപ്പ് ചെയ്തത്. അതിന്റെ മീനിങ് എന്താ? ഖസാദി ബാംബിനി എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ സ്കൂൾ നെയിം ആണ്. അതിന്റെ മീനിങ് എന്തായിരുന്നു? ഹൗസ് ഓഫ് ചിൽഡ്രൻ. ക്ലിയർ ആണോ? ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഈ ഒരു സ്കൂളിലാണ്, ആ ഒരു ക്ലാസ് റൂമിലാണ് ഇവർ ഇത്തരം ആക്ടിവിറ്റീസുകൾ കുട്ടികളിൽ അപ്ലൈ ചെയ്ത് ഓരോ ഒബ്സർവേഷനിലൂടെ ഓരോ ഫൈൻഡിങ്സുകൾ കണ്ടെത്തിയത്. ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പിന്നെ അതിന്റെ താഴെ കുറച്ച് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. മരിയ മോണ്ടിസോറി എഴുതിയ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബുക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അല്ലടാ, ഡോക്ടർ മരിയ മോണ്ടിസോറി ഏതൊക്കെയാ? ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്, ദ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ. ഇത്തരത്തിലുള്ള ധാരാളം ബുക്സുകൾ, അവർ എഴുതിയ ബുക്സുകളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ടത് ഈ 3rd പേജ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ക്ലിയർ ആണോ? 3rd പേജ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ക്ലിയർ ആണോ? പുസ്തകത്തിന്റെ PDF എങ്ങനെ കിട്ടുക? ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയാൽ മതി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്താണ്, ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രേയറോട് കൂടി ആയിരിക്കും. വിത്ത് പ്രേയർ. അതിനുവേണ്ടി എല്ലാവരും എന്താണ്, പ്രേയർ എഴുതി വേണം വരാനായിട്ട്. ചെറിയൊരു നോട്ട്ബുക്ക് നിങ്ങളോട് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതാനായിട്ട് നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ എന്താണ്, പ്രേയർ എഴുതിയിരിക്കണം.
നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, നിങ്ങൾ തനിയെ എഴുതുന്ന പ്രെയർ ആയിരിക്കണം. ഓക്കെ, റിലീജിയസ് പരമായിട്ടുള്ള പ്രെയർ അല്ല. എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ നേച്ചറിനെ പ്രൈസ് ചെയ്യുന്ന രീതിയിലുള്ള, ഓക്കെ, അത്തരത്തിലുള്ള പ്രെയർസ് ആയിരിക്കണം എഴുതേണ്ടത്. ക്ലിയർ ആണോ? അപ്പോ ഓക്കെ, അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ആക്ഷൻ സോങ് ആണ്. ഏതെങ്കിലും ഒരു ചെറിയ ആക്ഷൻ സോങ് പ്രാക്ടീസ് ചെയ്യാം. വിത്ത് ആക്ഷൻ ആയിരിക്കണം. സോങ് മാത്രം പോരാ, വിത്ത് ആക്ഷൻസ്. ഓക്കെ, ആക്ഷൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ മാം. മനസ്സിലായിരിക്കണം. മനസ്സിലായി. എന്തോ ഡൗട്ട്സ് ചോദിച്ചു? ക്ലിയർ ആയില്ലടാ. ആൽബി എന്താടാ? ഒരിക്കൽ കൂടി പറയാമോ? ആക്ഷൻ സോങ് ഒരിക്കൽ കൂടി പറയാമോ? ആക്ഷൻ സോങ് എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ ക്ലാസിന്റെ ടൈമിൽ എന്താണ്, ഡിസ്കഷൻ ടൈമിൽ ആക്ഷൻ സോങ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇത്തരം പ്രാക്ടീസ്. എന്തോ ഇംഗ്ലീഷ് സോങ് വേണമെങ്കിൽ എടുക്കാം. കുട്ടി ചെറിയ ചെറിയ സോങ്ങുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആക്ഷൻ സോങ്ങുകൾ വിത്ത് ആക്ഷൻസ്. ഓക്കെ, ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കണം ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. വിച്ച് ആക്ഷൻ സോങ്, ഏത് ആക്ഷൻ സോങ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, അതിനൊക്കെ പകരം എന്താണ് ബെനിഫിറ്റ് ആയിട്ടുള്ള, കുട്ടികൾക്ക് ഹെൽപ്പ്, പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്താണ് നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ ആക്ഷൻ സോങ്ങുകൾ സെലക്ട് ചെയ്യാൻ നോക്കാം. ഒരു എക്സാമ്പിൾ പറയാമോ? ആക്ഷൻ സോങ് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. വേണം. നമ്മളെ ഗ്രൂപ്പിൽ അതൊരു ഗ്രൂപ്പായിട്ട് അതിലിടുന്നതല്ലേ നല്ലത്. ഇതില് ടൈം പോവില്ല നമ്മൾക്ക്. അത്രയും ക്ലാസ് എടുക്കാനുള്ള ടൈം ഓരോരുത്തരുടെ ആക്ഷൻ കാണുമ്പോൾ വീഡിയോ എടുത്തിട്ട് അല്ല നമ്മൾക്ക് അങ്ങനെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഇതാകുമ്പോൾ 1-2 പേർക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി നമ്മൾക്ക് എല്ലാ ക്ലാസ്സിലും ഒന്നാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും കേട്ടോ. ഒരു ക്ലാസ്സിൽ ചെന്നാലും സ്കൂളിൽ ചെന്നാലും ക്ലാസ് എടുക്കാനായിട്ട് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഫസ്റ്റ് എല്ലാരും ഉള്ള ഒരു ഗ്രൂപ്പ് ഉള്ളത് നല്ലതായിരിക്കും. ഇപ്പൊ ഒരു സംശയം ചോദിക്കാൻ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഗ്രൂപ്പില്ല? ഇല്ല മാം. അതെ, അത് നല്ലതായിരുന്നു. ഒരു ഡൗട്ട് ചോദിക്കാൻ ഇപ്പൊ ഒരാളെ കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാൽ പോലും പറ്റുന്നില്ല. അപ്പൊ ആരെങ്കിലും നമ്പർ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഓക്കെ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ള ഗ്രൂപ്പ്. ഓക്കെ. ടീച്ചേഴ്സും അതിൽ വേണം. അപ്പോഴല്ലേ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുക. അത് മിസ് ടീച്ചേഴ്സ് എന്തായാലും സ്റ്റുഡൻസ് മാത്രമാണ്. എങ്ങനെയാണെങ്കിലും ഒരു ഗ്രൂപ്പ് അത് നിർബന്ധമായിരുന്നു. അതല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു ഗ്രൂപ്പ് ഇല്ലേ? അതിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഗ്രൂപ്പ്. അതിൽ മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റൂ. മാത്രമേ ചാറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അഡ്മിൻ ഉള്ളിലാണ്. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിന് കേറുന്നവർക്ക് വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചോദിക്കാനും ചെയ്യാനും എന്നൊക്കെ സാധിക്കുമല്ലോ. ഒരു ദിവസം ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അന്നത്തെ കണ്ടന്റ്, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാനും മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരേ ലെവലായിട്ടുള്ള ആളുകളാവണം എന്നില്ല ഇതിലുള്ളത്. പല ജോലിക്ക് തിരക്കിൽ ഒരു ദിവസം കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, ഇത്ര ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ചിലപ്പോൾ ഒരു ദിവസം കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, അപ്പൊ ഷോർട്ടായിട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ കേട്ട ഒരാൾ ചെറിയൊരു എന്താ പറയുക, ഒരു സമ്മറി പോലെ ചെറുതായിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ആക്ടിവിറ്റികളുണ്ട്, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാന്നൊക്കെ പറയാൻ വേണ്ടി ഇതിൽ കയറുന്നവർക്ക് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സാറിനെ വിളിച്ചൊന്ന് എനിക്ക് ക്ലിയർ ആകുന്നില്ല. എല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്തപ്പോ ക്ലിയർ ആകുന്നില്ല. നമ്മൾ എഴുതുന്ന റഫ് നോട്ട്സ് അല്ലാതെ വേറെ നോട്ട്സ് മിസ് തരുമോ?
ഇല്ലില്ല, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ PDF ഉണ്ട്, അത് തന്നെ മതി നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതേപോലെ ഈ ക്ലാസ് കഴിയുമ്പോൾ, ഈ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് കഴിയുമ്പോൾ എന്താണ് ഇതിന്റെ MCQ, അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇട്ടുതരുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. പറഞ്ഞിരുന്നില്ലേ? എക്സാം ഉണ്ടാവുക, മോക്ക് ടെസ്റ്റ്. അതെ അതെ, ചാപ്റ്റർ കഴിയുന്നതനുസരിച്ച് MCQ അയച്ചു തരുന്നതായിരിക്കും. PDF എങ്ങനെയാ കിട്ടുക? PDF ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ് ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം കിട്ടും. ക്ലാസ് റൂമിൽ ഉണ്ടാകും. ഒരു ചാപ്റ്റർ തീർന്നാലേ കിട്ടുമെന്ന് പറഞ്ഞേ, ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ. മൊഡ്യൂൾ അല്ലടാ, ഒരു ചാപ്റ്റർ നമ്മൾ ഓരോ യൂണിറ്റും തീരുന്നതിനനുസരിച്ച് ഓരോ മിസ്സുമാർ എന്താണ് MCQ അയക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഇതുമായി ബന്ധപ്പെട്ട MCQ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു പ്രെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ചെറിയ പ്രെയർ. അതെ, ഈ ഇപ്പോഴതുപോലെ എഴുത്ത് പരീക്ഷയിലെല്ലാം ഒക്കെ ഇങ്ങനെ മെസ്സേജ് ക്ലിയർ ആയില്ല, മെസ്സേജ് ഒന്ന് വായിക്കാൻ പറ്റില്ല. പരീക്ഷയിലല്ലോ നമുക്ക് ഇങ്ങനെ ആൻസറിന് ഓപ്ഷൻസുകൾ ഉണ്ടാവില്ലേ? ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ് പ്രസ് ചെയ്യാം. അതെ അതെ, അങ്ങനെ എക്സാമ്പിൾ ഓഫ് പ്രെയർ അറിയാം. എക്സാമ്പിൾ ഓഫ് പ്രെയറോ ജസ്റ്റ് എന്താണ് ഉണ്ടായിരിക്കണം ആ പ്രെയറിൽ. ഓക്കെ, മിനിമം എന്താണ് ഒരു 5 ലൈൻസ് എങ്കിലും ആ പ്രെയറിന് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് നമ്മുടെ നേച്ചറിനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള, ഗോഡിനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള ആ രീതിയിലുള്ള in order to we can any doubt instead of complete ആയില്ല. ഓക്കെ, എനിവേ അപ്പൊ അത്തരത്തിലുള്ള ഇംഗ്ലീഷ് തന്നെ വേണം. പ്രെയർ ഇംഗ്ലീഷിലായിരിക്കണം. അതേപോലെ ആക്ഷൻ സോങ്ങും എന്താണ് ഇംഗ്ലീഷ് ആയിരിക്കണം. ഇംഗ്ലീഷിലാണ്. മിസ്, ഈ ആക്ഷൻ സോങ് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം? ആക്ഷൻ സോങ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ആക്ഷൻ സോങ് അങ്ങനെ ആക്ഷൻ സോങ് യൂട്യൂബിലൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ആക്ഷൻ സോങ് ഒക്കെ, അത് നോക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതിയല്ലോ. ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തനിയെ പ്രിപ്പയർ ചെയ്യുക. അത് ആക്ഷൻ സോങ് ആണെങ്കിലും എന്താണ് പ്രെയർ ആണെങ്കിലും കേട്ടോ. ഇനി തനിയെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ കുഴപ്പമില്ല. ആക്ഷൻ സോങ് ഇനി തനിയെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ചെറിയ ആക്ഷൻ സോങ്ങുകൾ നമുക്ക് എന്താണ് ബുക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി എന്താണ് ബൈ ഹാർട്ട് ചെയ്യാം. തുടങ്ങിയല്ലേ ഉള്ളൂ മിസ്സേ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ആക്ഷൻ സോങ് ഒക്കെ. ഓക്കെ ഓക്കെ, നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നതാണ് പിള്ളേർ. നിങ്ങൾ ഒരു എക്സാമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് എന്താണ് നിങ്ങൾക്ക് ഫൈനൽ ഇത് തനിയെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒത്തിരി പിള്ളേര് ചെയ്യാറുണ്ട്. ഈ CBSE ടെക്സ്റ്റ് ബുക്കിലെ ആക്ഷൻ സോങ് ആയാലും മതിയോ? മതി. നമുക്ക് ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള മീൻസ് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ക്ലിയർ ആണോ എല്ലാനും? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ 3rd പേജ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. 3rd and 4th ഓൾസോ. മാമിന്റെ നെക്സ്റ്റ് ക്ലാസ് എന്തായിരിക്കും? മൺഡേ തന്നെയായിരിക്കും. മൺഡേ നെക്സ്റ്റ് മൺഡേ ആണ് നമ്മൾ ഇനി കാണുന്നത്. അപ്പോഴേക്കും ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു.